അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് ഉണ്ടാകാൻ കാരണമാകുന്ന വൈറസാണ് HIV, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV എന്ന് പറയുന്നത് റിട്രോ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ്. HIV ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം HIV നമ്മുടെ ശരീരത്തിലുള്ള ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിനെ ആക്രമിക്കുന്നു. ഇവയെ ആക്രമിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവും. അപ്പോൾ അത് കാരണം സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ അപകടമല്ലാത്ത രോഗാണുക്കൾ പോലും ആ ഒരു സമയത്ത് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കും. ഇത് പകരുന്ന മാർഗങ്ങൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽ, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ പ്ലാസൻറ്റ ഡെലിവറി, ബ്രസ്റ്റ് മിൽക്കിലൂടെയൊക്കെ ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്ക്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുകയാണ്. പിന്നെ ആവർത്തിച്ച് ഇൻഫെക്ഷൻസ്, TB, ന്യൂമോണിയ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഡയേറിയ തുടങ്ങിയവയ്ക്ക് വരാറുണ്ട്. നെർവസ് സിസ്റ്റം വളരെ മെമ്മറി ലോസ്, ഡിപ്രഷൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് ടെസ്റ്റുകൾ എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ചികിത്സയില്ല. ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി വഴി രോഗിയെ ഇങ്ങനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ രോഗിയുടെ ആയുസ് കുറച്ചിങ്ങനെ നിലനിർത്തി ഇങ്ങനെ വെക്കാം. ഒരിക്കലും രോഗം പൂർണ്ണമായി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇനി അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഡിസ്പോസിബിൾ നീഡിൽസൊക്കെ കറക്റ്റ് സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാം, സേഫ് സെക്ഷൽ പ്രാക്ടീസസ്, പിന്നെ അവയർനെസ് പ്രോഗ്രാംസ്